കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്ന മീനാക്ഷിനെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ആകാശ് ശ്രമിക്കുന്നുണ്ട്. കാരണം ആകാശ് കുറെ ലേറ്റ് ആയിട്ടാ വന്നത്. 10 മണി കഴിഞ്ഞതിന് ശേഷമാണ് റൂമിലേക്ക് കയറി വരുന്നത്. മീനാക്ഷിക്ക് നല്ല കട്ട കലിപ്പായിരുന്നു. പിന്നീട് ഫുഡ് കഴിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു, പിന്നെ ഇവിടെ ആരാണ്ട് ഇപ്പൊ ഹോട്ടൽ തുറന്നു വെച്ചോണ്ടിരിക്കല്ലേ, പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഇപ്പൊ കാണത്തില്ല, എല്ലാ ഹോട്ടലും അടച്ചു പോയി കാണുമെന്ന് അറിയാം. ഇനിയിപ്പം ഇവിടെ നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് പോലും എന്തെങ്കിലും കിട്ടുമോന്ന് പോലും അറിയില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പം ആകാശ് പറഞ്ഞു, ഒരു ദിവസത്തേക്ക് ക്ഷമിക്കുക, പിന്നെ ആകെപ്പാട് 2 ദിവസമല്ലേ ഉള്ളൂ ആകാശേ, അതിനകത്തോടെ ദിവസം പോയി കിട്ടി, ഇനി നാളെ ഒറ്റ ദിവസമല്ലേ ഉള്ളെന്ന് ചോദിക്കണം. അതെ, നാളത്തെ കാര്യം ഞാൻ ഏറ്റു. നാളെ ഞാൻ എന്താണെങ്കിലും ഉറപ്പായിട്ടും ഞാൻ നേരത്തെ വന്നിരിക്കുമെന്ന് പറയാം. നാളെ കുറച്ച് ജോലി മാത്രം ഉള്ളെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, അല്ല ഇന്നത്തെ പോലെ തന്നെ ആയിരിക്കുമോ നാളെ? അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, ഞാനല്ലേ പറയണേ, എന്നെ വിശ്വാസം ഇല്ലെന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു, ഞാൻ നോക്കട്ടെ, എനിക്ക് ഉറപ്പൊന്നുമില്ല, ആകാശിന്റെ കാര്യമായതുകൊണ്ട് മിക്കവാറും ഇന്നത്തെ പോലെ തന്നെ ആയിരിക്കും നാളെ. അങ്ങനെയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അതോടുകൂടി തീർന്ന് പറയണം. എന്തൊക്കെ പ്രതീക്ഷയോട് കൂടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് അറിയാവോ? പുറത്തൊന്ന് പോയി കറങ്ങണം എന്നൊക്കെ വിചാരിച്ചു, അതും ഇല്ലെന്നായിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. ഒരു ദിവസത്തേക്ക് ക്ഷമിക്കുക എന്നൊക്കെ പറയാം. പിന്നീട് മീനാക്ഷി അങ്ങോട്ട് പോയി. പിന്നീട് ബാലൻ മുറിയിലേക്ക് ചെല്ലുന്ന സമയത്ത് ഗോമതി ബെഡ്ഷീറ്റൊക്കെ വിരിക്കുമായിരുന്നു. പിന്നീട് ബാലൻ ഗോമതിനെ കണ്ടപ്പത്തേനും പറഞ്ഞു, അതെ എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് തരാൻ പറയണം. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, എന്ത് പറ്റി? ഫുഡ് കഴിച്ചിട്ട് മരുമോള് വെള്ളം എടുത്തോണ്ട് തന്നില്ലേന്ന് ചോദിക്കുക. നീ എന്താ ഗോമതി അങ്ങനെ ചോദിച്ചേ? അല്ല, എന്തിനും ഏതിനും ഇപ്പം മരുമോളാണല്ലോ, ബാഗ് അവളുടെയിലേക്ക് കൊടുക്കുന്നു, ഈ കുടുംബത്തിലെ കാര്യങ്ങൾ മുഴുവൻ അവള് നോക്കുന്നു, നമ്മൾ വെറും കറിയപ്പലേ എന്ന് പറയാണ്. എന്താ ഗോമതി ഇങ്ങനെയൊക്കെ പറയണേ? അവൾ വന്നിട്ട് ഒരാഴ്ചയിലേ ആയുള്ളൂ. ഈ ഒരാഴ്ചക്കുള്ളിൽ അവൾ ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. പോരാത്തന് എനിക്ക് ഫുഡായിട്ടൊന്ന് കടയിലേക്ക് വരികയും ചെയ്തു. അപ്പൊ അവളുടെ നല്ല മനസ്സിനെ നമ്മൾ പ്രശംസിക്കണ്ടേ? അതല്ലേ അവൾ ഓരോന്നൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ അവൾ അഭിനന്ദിക്കുന്നതെന്ന് ചോദിക്കുക. നല്ല കഥയായിപ്പോയി. അല്ല, മരുമോള് കടയിലേക്ക് വന്നു പറഞ്ഞല്ലോ, ഇത്രയും കാലം ഞങ്ങളെ ആരെങ്കിലും കടയിലേക്ക് ബാലേട്ടൻ കൊണ്ടുപോയിട്ടുണ്ടോ? കടയിലേക്ക് ചെല്ലും വരുന്ന കാര്യം പറഞ്ഞ ബാലേട്ടൻ എന്താ പറഞ്ഞേ? സ്ത്രീകളൊക്കെ ഇവിടെ അടുക്കള ജോലി ചെയ്താൽ മതി, അങ്ങോട്ടേക്ക് വരണ്ട, ഇവിടെ തന്നെ ഇഷ്ടംപോലെ പണിയുണ്ടല്ലോ. എന്നിട്ടിപ്പോ എന്താ മരുമോള് വന്നിട്ട് മരുമോള് ഒന്നും പറയാത്തെന്ന് ചോദിക്കുക. അല്ല, അത് പിന്നെ ഞാനോ? ഓഹോ, 2 പേർക്കും അപ്പൊ 2 ന്യായമാണെന്ന് ചോദിക്കും. മരുമോള് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മറന്നില്ലേ? ഇത്രയും കാലം ഉണ്ടായിരുന്ന മാമൂലുകളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചല്ലേന്ന് ചോദിക്കാം. നീ എന്താ ഗോമതി ഒരുമാതിരി വർത്താനം പറയണേ? അതെ, ഇങ്ങനെ തന്നെ പറയും. ചെയ്യുന്നതിനും കാണിക്കുന്നതിന്റെ ഒരു പരിധിയൊക്കെ ഉണ്ട്. ഇത്രയും കാലമായി ഞാൻ ഈ അടുക്കള കിടന്ന് ജോലി ചെയ്യുന്നേ, ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞോ? ഇല്ല. ഇവിടെ വന്ന് കയറി അന്ന് മുതൽ ഞാൻ കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയതാ. ഒരാഴ്ച കൊണ്ട് മരുമോളെ ഇവിടെ പ്രശംസിക്കുന്നുണ്ട്. ഇത്രയും കാലങ്ങളായിട്ടും ഈ 10-28 വർഷമായിട്ടും എന്നോടൊരു നല്ല വാക്ക് പോലും പറഞ്ഞിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ട ബാലൻ പറഞ്ഞു, നിന്നെ പോലെയാണോ അവള്? അല്ല, അതല്ല, സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തിനും ബാലയുടെ ഒരു ന്യായമുണ്ടല്ലോ. പക്ഷെ ഈ ന്യായം കൊണ്ടൊന്നും കാര്യം നടക്കില്ല. എനിക്ക് ചില സമയത്ത് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഞാൻ പിന്നെ ഒന്നും കടിച്ചു പിടിച്ചങ്ങ് നിൽക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി വായി തോന്നി എല്ലാം പറയുവാണ്. ബാലന് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. ഈ സമയം ആകാശ് ആകെപ്പാടെ അസ്വസ്ഥനായിട്ടിരിക്കുകയാണ്. കാരണം ഇന്നത്തെ ദിവസം പോയി കിട്ടി. മീനാക്ഷി പാവം, അവളുടെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനമില്ല. അപ്പോഴേക്കുമാണ് ആര്യന്റെ കോള് വരുന്നത്. ആര്യം വിളിച്ചിട്ട് ചോദിച്ചു, എവിടെയാ ആകാശേട്ടാ? പുറത്താണോ എന്നൊക്കെ ചോദിക്കണം. പുറത്തോ? എവിടെ പുറത്ത്? ഇതേ റൂമിലാന്ന് പറയണേ. അപ്പൊ നിങ്ങളൊന്ന് പുറത്തൊന്നും പോയില്ലെന്ന് ചോദിക്കും. പുറത്തു പോയ കാര്യമൊന്നും പറയണ്ട, ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന് കയറിയതോളെന്ന് പറയും. അതെന്ത് പരിപാടിയാ കാണിച്ചേ? അപ്പൊ നിങ്ങൾ കറങ്ങാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ടോ? ഒന്നും പറയണ്ട, അച്ഛനൊരു പണി തന്നു പറയണേ. പിന്നീട് കാര്യങ്ങളൊക്കെ പറയണേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ആര്യം പറഞ്ഞു, ആകാശാണല്ലേ ഇങ്ങനത്തെ പരിപാടിയെ കാണിക്കുള്ളൂ. അച്ഛൻ വിളിച്ചു കഴിയുമ്പോ എന്തിനാ ഫോൺ എടുത്തേ? അനുഭവിച്ചോളാൻ പറയണം. അത് പിന്നെ അച്ഛൻ പറഞ്ഞു കഴിയുമ്പോ ഫോൺ എടുക്കാതിരിക്കാൻ പറ്റുമോ? അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അച്ഛൻ അങ്ങനെ പലതും പറയും. അതെല്ലാം കേട്ടോണ്ടിരുന്നിട്ടുണ്ടെങ്കിലേ അവനവന് ജീവിതം എന്നുള്ള ചിന്ത വേണം. എല്ലാം അനുസരിക്കണം, അനുസരിക്കണ്ടെന്ന് പറയുന്നില്ല. പക്ഷേങ്കില് എല്ലാം ഒന്ന് വെച്ച് അങ്ങോട്ട് അടുപ്പിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തം അനുസരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിലേ എന്നും അങ്ങനെ തന്നെ കഴിയാനേ പറ്റുള്ളൂ. അതൊക്കെ എന്നെ കണ്ടുപിടിക്കുക. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അല്ലാതെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു 2 ദിവസം കിട്ടിക്കഴിയുമ്പോ അവിടെ പോയി എൻജോയ് ചെയ്യാറുള്ളതിന് ആ സമയത്ത് ഓരോ മരാമത്തുകൾ എടുത്ത് തലയിലേക്ക് വലിച്ചു വെക്കും. എന്നിട്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയാം. അത് കേട്ടപ്പോ ആകാശ് പറഞ്ഞു, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛനോട് പറ്റില്ല എന്ന് പറയണമെന്ന്. പക്ഷെ എങ്ങനെ അച്ഛനോട് പറയണേ? പിന്നെ ആ വീട്ടിലേക്ക് തന്നെയല്ലേ ചെല്ലണ്ടേന്ന് ചോദിക്കാം. അതൊക്കെ ഒരു നീക്കിന് അങ്ങോട്ട് ഇതാക്കിയാൽ മതി. നാളത്തെ ഒരു ദിവസം കൂടെ ഉണ്ടല്ലോ, നാളെ ഒരു ദിവസം കൂടെ പാവം ആ മീനാക്ഷി ചേച്ചിനെ കഷ്ടപ്പെടുത്തില്ല കേട്ടോ. പാവാണ്, ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ട് അങ്ങോട്ട് വന്നേന്ന് പറയാം. അതാണ് ഒരു
പ്രശ്നം എന്നൊക്കെ പറയണം. നാളെയെങ്കിലും എത്രയും പെട്ടെന്ന് തീർന്നാൽ മതിയായിരുന്നു, അവളെയും കൊണ്ടൊന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് പറയണം. പിന്നീട് കുറച്ച് സമയം കൂടെ സംസാരിച്ചതിന് ശേഷമാണ് ആര്യൻ കോള് കെട്ടിയുന്നത്. ഈ സമയത്ത് ആര്യന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. മിത്ര വന്നില്ല. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് വന്നു. ഇതെന്താ അവൻ വരാത്തെന്ന് ചോദിക്കുക. അറിയില്ല അപ്പച്ചിന്ന് പറയാ. അവരോട് നേരത്തെ കാലത്തൊക്കെ വരാൻ പറയാൻ മേലായിരുന്നോ? അത് പിന്നെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് കുറെ ലേറ്റ് ആവൂലേ, ഹോട്ടലൊക്കെ അടച്ചതിന് ശേഷമൊക്കെയല്ലേ വരാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കാം. ഓ അത് ശരിയാണല്ലോ, പാവം നന്നായിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യൻ അങ്ങോട്ട് വരുന്നേ. ആര്യൻ വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു, നീ അവന് ഫുഡ് എടുത്ത് കഴിക്കാൻ കൊടുക്കാൻ പറയണം. ശരി അപ്പച്ചിന്ന് പറയണം. അങ്ങനെ കഴിക്കാൻ എടുത്ത് കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും എവിടെ നിന്നാന്ന് അറിയത്തില്ല, ശ്രീദേവി പാഞ്ഞു വരുവാണ്. ശ്രീദേവി വന്നിട്ട് ആര്യനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ആര്യ കൈ ഇടുക, ഞാൻ ഫുഡ് എടുത്ത് തരാന്ന് പറയാണ്. ഇത് കേട്ടപ്പോഴത്തേനും ഗോമതി ചോദിച്ചു, നീ ഉറങ്ങിയില്ലേന്ന് ചോദിക്കണം. ഇല്ല ഞാൻ ഉറങ്ങിയില്ല. ഞാൻ ഉറങ്ങിയാൽ ആര്യന് ഫുഡ് എടുത്തു കൊടുക്കണേ, അതിന് ഫുഡൊക്കെ എടുത്തു കൊടുക്കണ്ടേന്ന് ചോദിക്കാം. അതിനല്ലേ ആര്യന്റെ ഭാര്യ ഇവിടെ ഉള്ളത്, മിത്ര ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയും. ഓ അവള് ചെറിയ കുട്ടിയല്ലേ, കോളേജിൽ പഠിച്ചോണ്ടിരിക്കുവല്ലേ, പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ അവൾക്ക് ഇതൊക്കെ നോക്കാൻ സമയമുണ്ടോന്ന് ചോദിക്കുക. അതെ ഭാര്യ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും, നീ ഈ കാര്യത്തിൽ തലയുണ്ടെന്ന് പറയാണ്. അന്തമ്മ അങ്ങനെ പറഞ്ഞേ. അതെ ആര്യന്റെ കാര്യങ്ങളൊക്കെ നോക്കാണ്ട് മിത്രയുണ്ട്, അതുപോലെ തന്നെ ഭർത്താക്കന്മാരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഭാര്യമാരാണ്. ഇപ്പൊ എല്ലാ കാര്യത്തിലും നീ തന്നെ തലയിടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിന്റെ കൈ ചേർന്നാൽ ഇവിടെ എല്ലാം നടക്കോളെന്നൊരു ചിന്ത നിനക്കുണ്ടായിരിക്കും, അതും കൂടെ മാറ്റി വെച്ചേക്കാൻ പറയാ. മുഖത്ത് അടിയേറ്റല്ലേ ഇപ്പൊ ശ്രീദേവിക്ക്. അല്ലമ്മേ അമ്മ എന്ത് വർത്താനം ഇങ്ങനെയൊക്കെ പറയണേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇപ്പൊ തൽക്കാലത്തേക്ക് നീ വിളമ്പി കൊടുക്കൊന്നും വേണ്ട, അതൊക്കെ അവള് നോക്കിയോളും, മിത്ര നോക്കിയോളും ആര്യന്റെ കാര്യങ്ങള്. മിത്ര വിളമ്പി കൊടുത്തോളൂ ഫുഡ്. പിന്നീട് മിത്രയോട് പറഞ്ഞ് വിളമ്പി കൊടുക്കാൻ പറയണം. ശ്രീദേവിക്ക് ആകെപ്പാണ് നാണക്കടയപ്പേ. ശ്രീദേവി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവാ. ഗോമതി പറഞ്ഞു, ഇവൾക്ക് ഉറക്കമില്ല പോലും, ഇതൊക്കെ ഉറങ്ങാതിരുന്നിട്ട് ആരെങ്കിലും അനങ്ങുന്നുണ്ടോ നോക്കിയിട്ട് ഓടി വരാൻ വേണ്ടി ഇരിക്കുവാന്ന് തോന്നിയെന്ന് പറയണം. പിന്നീട് ഗോമതി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോ മിത്ര പറഞ്ഞു, പാവ ശ്രീദേവേച്ചി ഭയങ്കര പ്രതീക്ഷയോടെ ഓടി ഇറങ്ങി വന്നാന്ന് പറയാ. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, അല്ല ശ്രീദേവേച്ചിക്ക് കിടന്നുറങ്ങിയാ പോരെ, ചിലപ്പം ഇനിയിപ്പം ആര്യം വന്ന് തന്നെ ഫുഡ് എടുത്ത് കഴിക്കണം എന്നൊക്കെ ഓർത്തായിരിക്കും എന്ന് പറയണം. കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ അവൾ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മിത്ര പറഞ്ഞു, ഞാനേ ഇന്ന് മുതൽ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയെന്ന് പറയാ. ആഹാ അതിന് കുട്ടികൾ എവിടെന്നാ? അതൊക്കെ ധർമ്മമാമൻ കൊണ്ടെന്ന് പറയണം. ഓ അങ്ങനെയൊക്കെ നടന്നോ? പിന്നീട് പറഞ്ഞു, അതെ പറഞ്ഞിട്ടില്ല, അങ്കിളിനോട് പറഞ്ഞിട്ടില്ലെന്ന് പറയണേ. പറഞ്ഞിട്ടില്ലേ? ഇനി അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും അറിയത്തില്ല, പിന്നെ ഒന്നും പറയില്ല എന്നൊരു പ്രതീക്ഷ ഉണ്ടെന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആര്യം പറഞ്ഞു, എന്തൊക്കെയാ എനിക്കറിയില്ല, അച്ഛന്റെ കാര്യമല്ലേ, ഒന്നും നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല, സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നോണ്ടാ പറഞ്ഞേ, ഇനി എന്തൊക്കെ ഭൂകമ്പം ഉണ്ടാകുന്നൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയണം. മിത്ര പറഞ്ഞു, ആ ഒരു പേടി എന്റെ ഉള്ളിലും ഉണ്ട്, ഒരു പക്ഷേങ്കില് എങ്ങനെയാവോന്ന് ഓർത്തിട്ട്. പിന്നെ അപ്പച്ചി പറഞ്ഞു സാരമൊന്നും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കുഴപ്പമൊന്നുമില്ല, ആ ഒരു ധൈര്യത്തിലാണ് ഞാനും ഇരിക്കണേന്ന് പറയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ കിടക്കാനായിട്ട് എഴുന്നേറ്റ് പോവാണ്. ഈ സമയം മുറിയിലേക്ക് വന്നിട്ട് ശ്രീദേവി കരച്ചിലോട് കരച്ചിലാണ്. അപ്പൊ ആനന്ദ് കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഈ കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് കണ്ണു തുറന്നു. കണ്ണുറന്നിട്ട് ലൈറ്റ് ഇട്ടിച്ച് എന്ത് പറ്റി ശ്രീദേവി, എന്താ കരയണെന്ന് ചോദിക്കുക. ആനന്ദ് ഒന്ന് ഞെട്ടിപ്പോയി. പിന്നെ ശ്രീദേവി പറഞ്ഞു, അത് പിന്നെ ഞാൻ എന്താ കാര്യം എന്താന്ന് പറ, ആരെങ്കിലും എന്തേലും പറഞ്ഞോന്ന് ചോദിക്കാം. അമ്മ എന്നെ വഴക്ക് പറഞ്ഞു പറയണ. വഴക്കോ എന്തിനാ? അമ്മ അങ്ങനെ വഴക്കൊന്നും പറയാൻ ചാൻസ് കുറവാണ്. കാര്യം എന്താന്ന് വെച്ചാൽ പറ. അത് പിന്നെ ഇന്ന് കാര്യം പറ. അത് ഞാന് ആരിന് ഫുഡ് എടുത്തു കൊടുക്കാൻ ചെന്നപ്പോ പറഞ്ഞു, മിത്ര എടുത്തു കൊടുത്തോളും, എന്നോട് എടുത്തു കൊടുക്കണ്ട, പോയി കിടന്നോളാൻ പറഞ്ഞു. ഇതാണോ വലിയ കാര്യം? ഇതിനെന്താ എത്തിയിരിക്കുന്നേ? മിത്ര ഫുഡ് എടുത്തു കൊടുത്തോളൂല്ലോ, അതിന് പിന്നെ നീ എന്തിനാ എടുത്തു കൊടുക്കാൻ പോയെന്ന് ചോദിക്കാം. അതല്ല, ഞാൻ എടുത്തു കൊടുത്ത അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, ഭർത്താക്കന്മാരുടെ കാര്യം ഭാര്യമാര് നോക്കിക്കോളുന്നൊക്കെ. നീ എന്തിനാ ശ്രീദേവി എല്ലാത്തിനകത്തും കൈകെടുത്താൻ പോന്നേ? അമ്മ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, അവന്റെ കാര്യങ്ങളൊക്കെ മിത്ര നോക്കിക്കോളില്ലേ, എല്ലാത്തിനും നീ ഇങ്ങനെ ഓടിച്ചാണ് നടന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അറിയാലോ അമ്മയുടെ സ്വഭാവം അറിയാലോ, അമ്മയാണ് ഇത്ര നാളെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, എന്നിട്ട് പോലും നീ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമ്മ അതും കൂടെ വിട്ടു തരുവാ എന്നും പറഞ്ഞുകൊണ്ട് ഈ വീടെടുത്ത് തിരിച്ചു വെക്കാനും നീ പോണ്ട. ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, അല്ല അമ്മ മനഃപൂർവ്വം എന്നെ വഴക്കുറഞ്ഞെന്ന് പറയാ. അമ്മ അങ്ങനെ മനഃപൂർവ്വം വഴക്കുറഞ്ഞ ആളൊന്നുമല്ല, അവന്റെ മനസ്സിൽ നടക്കാന്ന് കരുതിയിട്ട് ശ്രീദേവി പറഞ്ഞ. പക്ഷെ അത് ഏറ്റില്ല. ആനന്ദ് പറഞ്ഞു, എന്റെ അമ്മ എങ്ങനെ ചെയ്യത്തില്ല എന്ന് എനിക്കറിയാം, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം. ആനന്ദേട്ടാ എനിക്ക് നല്ല വിഷമാവുന്നുണ്ട്. എന്തിനാ വിഷമിക്കണേ? അതിപ്പോ അതിന്റെ അകത്ത് വലിയ കഥയൊന്നും ഇല്ല, നീ കിടന്ന് ഉറങ്ങാൻ നോക്കെന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ് തിരിഞ്ഞു കിടന്നങ്ങ് ഉറങ്ങുവാണ്. ശ്രീദേവിക്ക് എന്ത് ചെയ്യണം നടത്തില്ല, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ശ്രീദേവി ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എങ്ങനത്തെ ആകപ്പാടെ അസ്വസ്ഥയായിപ്പോയി. കിടന്നുറങ്ങാതിന് ഇപ്പൊ രക്ഷയില്ലല്ലോ. ആനന്ദാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു കിടക്കുകയും ചെയ്തു. അങ്ങനെ ആകപ്പാടെ വിഷമത്തോടും സങ്കടത്തോടും ഒക്കെ കൂടിയിട്ട് ശ്രീദേവി കിടന്നുറങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ വരാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.